10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ലെസൺസിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ചാനലിൽ അവൈലബിൾ ആണ്. ക്ലാസ് 10ലെ എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ചാപ്റ്റർ വൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ ക്ലാസ് 10 ക്വസ്റ്റ്യൻസ് എന്ന ഒരു ഫോൾഡറിൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്. അതുകൂടാതെ ഫിസിക്സിലെ ന്യൂമറിക്കൽസും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: Vijay's neighbor had moved on to some other location. He notices a pot lying in his neighbor's compound. Which type of tropism did he observe in the fallen pot? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റൂട്ട്സ് താഴോട്ടാണ് വളരുന്നത്, ഗ്രാവിറ്റിക്ക് അഭിമുഖമായിട്ട്. അതേസമയം റൂട്ട്സ് ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് വളരുന്നത്. അപ്പോൾ റൂട്ട്സ് പോസിറ്റീവ് ജിയോട്രോപ്പിസം കാണിക്കുന്നുണ്ട്, ഷൂട്ട് നെഗറ്റീവ് ജിയോട്രോപ്പിസം ആണ്. അപ്പോൾ ഇതൊരു ജിയോട്രോപ്പിസത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സീനാണ്. Observe the figure given below. Which kind of tropic movement is indicated by the pollen tube? ഇവിടെ നമുക്കറിയാം ഇതൊരു കീമോട്രോപ്പിസത്തിന് എക്സാമ്പിൾ ആണ്. പോളൻ സിഗ്മയിൽ വീണതിന് ശേഷം പോളൻ ട്യൂബ് സ്റ്റൈലിൽ കൂടി വളർന്ന് ഓവ്യൂളിൽ എത്തുന്നത് കീമോട്രോപ്പിസം വഴിയാണ്. അടുത്തത് ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ന്യൂറോണിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആഫ്റ്റർ അവർ നോസ് സെൻസസ് എ സ്മെൽ, which option shows the mechanism of the traveling of sense in our body? നമുക്കറിയാം ആദ്യം ഈ എൻവയറമെന്റിൽ നിന്നുള്ള സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നത് നമ്മുടെ ഡെൻഡ്രൈറ്റ്സിന്റെ ടിപ്പാണ്. അതിനെ നമ്മൾ റിസപ്റ്റർ എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ മൂക്കിലുള്ള റിസപ്റ്റേഴ്സ് സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നവയാണ്. അവയെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന പേര് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്തതിന് ശേഷം അത് ആ ഡെൻഡ്രൈറ്റിക് ടിപ്പാണ് അല്ലെ, അതിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ഈ സെൽ ബോഡിയിൽ നിന്ന് അത് ആക്സോണിന് കൊടുക്കുന്നു. ഈ ആക്സോണിൽ കൂടി കടന്ന് ഇത് ആക്സോണിന്റെ എൻഡിലുള്ള ആക്സോൺ എൻസ് അല്ലെങ്കിൽ നെർവ് എൻഡിക്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ്സ് എന്ന് പറയും, അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് ഈ സിഗ്നല് കെമിക്കൽ ഫോമിൽ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരിച്ചിത് മറ്റൊരു നെർവ് സെല്ലിന്റെ ഡെൻഡ്രൈറ്റിക് ടിപ്പിലേക്ക് റിസീവ് ചെയ്ത് വീണ്ടും അതിലൂടെ കടന്ന് അങ്ങനെ ഫൈനലി അത് ബ്രെയിനിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബി ഓപ്ഷനാണ് കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സിലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇൻസുലിൻ. ഇൻസുലിൻ എന്നത് ഒരു ഹോർമോൺ ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് അഥവാ പിത്താശയമാണ്. ഈ ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണെങ്കിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന് നോർമൽ ലെവൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഇറ്റ് റെഗുലേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി എന്നത് റോങ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇൻസുലിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ഹോർമോണിനെ ബേസ് ചെയ്തിട്ടാണ്. എഗെയിൻ ഇൻസുലിൻ തന്നെയാണ്. ഡോക്ടർ അഡ്വൈസ്ഡ് എ പേഷ്യന്റ് ടു ടേക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ബിക്കോസ് നമുക്കറിയാം ഡയബറ്റീസ് പേഷ്യൻസ് ആണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. കാരണം അവരുടെ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനോട് അവരുടെ ശരീരം വ്യക്തമായി പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അഡീഷണൽ ആയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്തായിരിക്കാം? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഓൾറെഡി ഷുഗർ ലെവൽ കൂടുതലായിരിക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹിസ് ഷുഗർ ലെവൽ ഇൻ ബ്ലഡ് വാസ് ഹൈ. Organisms depend on hormones as well as electrical impulses for the transmission of signals from the brain to the rest of the body. What can be a likely advantage of hormones over electrical impulses? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്? അവിടെ ഞാൻ സൂചിപ്പിച്ചു ആ ചോദ്യം മറ്റൊരു തരത്തിൽ വരാം. അതായത് എന്തിനാണ് നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആവശ്യമായി വരുന്നത്? അവിടെ നമ്മൾ ആ ലിമിറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് എഴുതേണ്ടത്. ഇതും അങ്ങനെ ഒരു ചോദ്യമാണ്. അയഡൈസ്ഡ് സോൾട്ട് വിൽ ഹെൽപ്പ് ഇൻ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ യഥാർത്ഥമായുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് അയോഡിൻ എന്നൊരു മിനറൽ അത്യാവശ്യമാണ്. ഈ അയോഡിൻ ആവശ്യത്തിന് ലഭിക്കാതെ വരുമ്പോൾ അവരുടെ തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുകയും അതൊരു വീക്കത്തിന് കാരണമാകുന്നു. ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഗോയിറ്റർ. അപ്പോൾ ഇവിടെ അയോഡിൻ വേണ്ടത് പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡിന് വേണ്ടിയിട്ടാണ്. ചേഞ്ചസ് അക്കറിംഗ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഡ്യൂറിംഗ് പ്യൂബർട്ടി ആർ ഡ്യൂ ടു. പ്യൂബർട്ടിയിൽ വെച്ചിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വരുന്ന മാറ്റങ്ങൾ, ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾക്ക് കാരണം അവരുടെ സെക്സ് ഹോർമോൺസ് ആണ്. ബോയ്സിലെ അല്ലെങ്കിൽ പുരുഷന്മാരിലെ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് അഥവാ വൃഷണങ്ങളാണ്.
സ്ത്രീകളിൽ ഓവറിയിൽ അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ നിന്ന് ഈസ്ട്രജൻ എന്ന ഹോർമോൺ സെക്രീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനുമാണ്, ഓപ്ഷൻ ബി. സ്റ്റെം ഇലോങ്ങേഷൻ ഇൻ ഷുഗർ കെയിൻ ക്യാൻ ബി എൻഷുർഡ് ബൈ സ്പ്രേയിങ്. നമുക്കിവിടെ പലതരം ഹോർമോൺസ് ഉണ്ട്. അതിൽ ഓക്സിന് സ്റ്റെം പ്ലാന്റിന്റെ ഹൈറ്റ് കൂട്ടാൻ കഴിയും. അത് പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്നത് ടിപ്പ് ഓഫ് ദ റൂട്ടിലും ടിപ്പ് ഓഫ് ദ ഷൂട്ടിലുമാണ്. പക്ഷെ നമ്മൾ ഷുഗർ കെയിൻ അഥവാ കരിമ്പിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇവിടെ കരിമ്പിന്റെ തണ്ട് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നീളമുള്ള സ്റ്റെം ഉള്ള കരിമ്പ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എപ്പോഴും ഇന്റർനോഡൽ ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ജിബറിലിൻ എന്നൊരു ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്രേ ചെയ്യേണ്ട ഹോർമോണും ജിബറിലിൻ ആണ്, ഓപ്ഷൻ ഡി. ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. ഇവിടെ ജനറൽ ഗ്രോത്ത് ചോദിച്ചാൽ ഓക്സിൻ ആണ് എഴുതേണ്ടത്, ഓപ്ഷൻ ഡി. ശീതൾ വാസ് ചോപ്പിംഗ് വെജിറ്റബിൾസ് വൈൽ വാച്ചിങ് ടെലിവിഷൻ ഇൻ ദ ഡ്രോയിങ് റൂം. പെട്ടെന്ന് എന്തോ ഒരു കരിയുന്ന സ്മെല്ലും ഒപ്പം തന്നെ കിച്ചണിൽ നിന്ന് പുകയും വരുന്നത് കണ്ടു. ഇത് കണ്ട് ശീതൾ ഓടി കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ശീതളിന്റെ ആക്ഷൻ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ എന്നതാണ് ചോദ്യം. ഇവിടെ ശീതളിന്റെ ആക്ഷൻ ശരിക്കും വോളണ്ടറി ആണ്. കാരണം ആദ്യം അവര് ആ സ്മെല്ല് ഡിറ്റക്ട് ചെയ്തു, പിന്നെ അവർ ആ സ്മോക്ക് കണ്ടു, അതിന്റെ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് അതിനെ ബ്രെയിനിലോട്ട് അയച്ചു. ആ സിഗ്നൽസ് ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്തെടുത്ത ഡിസിഷനാണ് ഓടിപ്പോയി ഗ്യാസ് ഓഫ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ കിച്ചണിലേക്ക് ഓടി എത്തുക എന്നുള്ളത് അതൊരു ഇൻവോളണ്ടറി ആക്ഷൻ ആയിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. സോ അതൊരു വോളണ്ടറി ആക്ഷൻ ആണ്. ആൻഡ് ഓൾഡ് മാൻ ഈസ് അഡ്വൈസ്ഡ് ബൈ ഹിസ് ഡോക്ടർ ടു ടേക്ക് ലെസ് ഷുഗർ ഇൻ ഹിസ് ഡയറ്റ്. വീണ്ടും ഇൻസുലിനെ ബേസ് ചെയ്തൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന് കുറച്ച് ഷുഗർ ആണ് കഴിക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തത്. സോ നെയിം ദ ഡിസീസ് ഫ്രം വിച്ച് ദ മാൻ ഈസ് സഫറിംഗ്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ ബ്ലഡിൽ ഷുഗർ കൂടുതലായതുകൊണ്ടാണ് ഡോക്ടർ കുറയ്ക്കാൻ അഡ്വൈസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡിസീസ് ഡയബറ്റീസ് ആണ് അല്ലെ. മെൻഷൻ ദ ഹോർമോൺ ഡ്യൂ ടു ഇംബാലൻസ് ഓഫ് വിച്ച് ഹി സഫറിംഗ് ഫ്രം ദിസ് ഡിസീസ്. അദ്ദേഹത്തിന് ഇൻസുലിൻ ഹോർമോണിന്റെ അപാകതയാണ് ഉള്ളത്. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദിസ് ഹോർമോൺ. ഇവിടെ പിത്താശയം അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഗെറ്റ്സ് എഫക്റ്റഡ് ബൈ ആൽക്കഹോൾ. ബ്രെയിൻ അഫക്റ്റ് ആവുന്നത് ആൽക്കഹോൾ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സെറിബെല്ലം അല്ലെങ്കിൽ ലിറ്റിൽ ബ്രെയിൻ ആണ്. അതുകൊണ്ടാണ് ഈ മദ്യപിച്ച ആൾക്കാരിൽ കോർഡിനേഷൻ കുറവായിട്ട് കാണുന്നത്. How are brain and spinal cord protected? Why these organs are carefully protected? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ബോണി ബോക്സ്, നമ്മുടെ സ്കള്ളിന്റെ ഒരു ഭാഗമായ ക്രേനിയം കൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ബലൂൺ പോലെ മെനിഞ്ചസ് ഉണ്ട്. അവിടെ 3 ലെയർ ആണുള്ളത് ശരിക്കും മെനിഞ്ചസിന്. അതൊരു ഷോക്ക് അബ്സോർബർ ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ മെനിഞ്ചസ് ഈ ലെയറിന്റെ ഇടയിൽ ഈ മെനിഞ്ചസിന്റെ ഇടയിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അത് ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് ബോൺ കൊണ്ടാണ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം കൊണ്ടാണ്. അതിന് ഉള്ളിലൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. ഇത് എന്താണ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. ഇനി കീമോട്രോപ്പിസത്തിനും ജിയോട്രോപ്പിസിനുള്ള എക്സാമ്പിൾ ആണ്. കീമോട്രോപ്പിസം ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓവ്യൂളിലേക്ക് വളരുന്നു. ജിയോട്രോപ്പിസവും നമ്മൾ കണ്ടു, പ്ലാന്റിന്റെ റൂട്ട് മണ്ണിലേക്ക് വളരുന്നു. Sometimes we come across people who are either very short or dwarfs or extremely tall or giants. Name the hormone and the gland responsible for this. Mention the function of this hormone. What will happen if there is deficiency of this hormone? നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇവിടെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്താൽ അതായത് ജൈജന്റിസം എന്നൊരവസ്ഥയിലേക്ക് എത്തും. എന്നാൽ അത് കുറവായിട്ട് സെക്രീറ്റ് ചെയ്താൽ അത് ഡ്വാഫിസത്തിലാണ് എത്തിച്ചേരുന്നത്. How do electrical impulses travel from one neuron to another? ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഒരു ആക്സോണിന്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന കെമിക്കൽസ് റിലീസ് ചെയ്യും. അത് ആ ഗ്യാപ്പ് ആയ സിനാപ്സിലൂടെ കടന്ന് അടുത്ത ഒരു ഡെൻഡ്രൈറ്റിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറി ആ ന്യൂറോണിൽ കൂടി കടന്നു പോകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഓക്സിൻ ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ടെൻഡ്രിൽ? ഓക്സിൻ എന്നാൽ ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. അത് ഇപ്പോഴും ടിപ്പിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഷൂട്ടിന്റെ ടിപ്പില്. അതുകൊണ്ട് തന്നെ സെൽസ് കൂടുതൽ നീളത്തിൽ വളരുന്നു. അപ്പോൾ ഒരു ടെൻഡ്രില് ഒരു സപ്പോർട്ടിൽ കോണ്ടാക്ട് വരുമ്പോൾ ആ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഓക്സിൻ എന്ന ഹോർമോൺ അതിന്റെ എതിർദിശയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് അവിടെയുള്ള കോശങ്ങൾ കൂടുതലായി വളരുകയും ആ ഭാഗം കൂടുതൽ വളരുന്നത് കൊണ്ട് തന്നെ ടെൻഡ്രിൽ ഈ സപ്പോർട്ടിനെ ചുറ്റി വളരുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ബയോളജി മൈ പാഷൻ വിസിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.